തുടയ്ക്കാൻ ഇതൊക്കെ വെച്ച് തുടയ്ക്കാൻ ആർക്കെങ്കിലും കുളിക്കാൻ മടിയുള്ള കൂട്ടുകാർക്കൊക്കെ ഈ സാധനം കണ്ടാൽ എന്തായാലും കുളിക്കാൻ വേണ്ടി തോന്നും. പോപ്സിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മോൾഡാണ്, ഐസ്ക്രീമിന്റെ മോൾഡാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിന് തന്നെ ഓറഞ്ച് ഉണ്ട്, ഓണിട്ട് കഴിക്കുന്ന പെൻഗ്വിൻ, പിന്നെ കപ്പ് കേക്ക് കഴിക്കുന്ന പെൻഗ്വിൻ, പിന്നെ നമ്മുടെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു പെൻഗ്വിൻ. ഇങ്ങനത്തെ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞേ, അവിടെ ക്യൂട്ടായിട്ടുള്ള ഒരു പണി. ഇതുപോലെ എൻ്റെ ഫറൊക്കെ കാണുന്ന എൻ്റെ കണ്ണൊന്നും കാണാൻ പറ്റുന്ന നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയിലെ ഒരു മിനിസോയാണ്. വെറും മിനിസോ അല്ല, എറണാകുളത്തെ ഏറ്റവും വലിയ മിനിസോ ആണ്. ഈ മിനിസോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുഞ്ഞൈറ്റം ആണെങ്കിൽ പോലും മാക്സിമം ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും, കൊച്ചു പിള്ളേർക്ക് മാത്രമല്ല ബാക്കി മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും കാണും. അപ്പം കാണുമ്പോൾ തന്നെ എല്ലാം വാരിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തോന്നുന്ന പോലെയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ മുമ്പേ കയറിയ തിരുവനന്തപുരം ലുലുമാളിലെ മിനിസോയായിരുന്നു, അത് കുഞ്ഞു മിനിസോയായിരുന്നു. പക്ഷേ ഇതാണ് വലിയൊരു ഷോറൂമാണ് മിനിസോയുടെ. അപ്പം നമ്മളിവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ തന്നെ കുറേ നെക്ക് പില്ലോസും പിന്നെ കുറേ പ്ലഷീസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവില്ല എത്രമാത്രം ക്യൂട്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ മിനിസോയുടെ ഉള്ളിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇവിടെ വാട്ടർ ബോട്ടിൽസ് ഉണ്ട്, പിന്നെ കുറച്ച് ബാഗ്സ് ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, പിന്നെ ഇതെന്തോ ഒരു സാധനം സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്, പിന്നെ ഒരു ഡയറി ഉണ്ട്, പിന്നെ സിമൻ റോളിൻ്റെ എന്തൊക്കെയോ ഒരു ഓർണമെൻറ്റ്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറുമിയുടെ ഉണ്ട്, മൈ മെലഡിയുടെ ഉണ്ട്, മിനിയൻസിൻ്റെ യൂണിക്കോണിൻ്റെ എന്തോ ഒരു വാട്ടർ ബോട്ടിൽ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ കാണാം. അതേപോലെ തന്നെ വേറൊരു ഓർണമെൻറ്റ്സ് ഇവിടെ കാണാൻ പറ്റുന്നു, മൈ മെലഡിയുടെയും സിമൻ റോളിൻ്റെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കീ ചെയിൻസ് ഇവിടെ കാണാൻ പറ്റും. ഇത് ഇപ്പോൾ മിനിയൻ്റെ ആണ് കീ ചെയിൻ കാണുന്നത്. ഈ കീ ചെയിൻ എന്ന് വെച്ചാൽ മിനിയൻ്റെ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡോഗാണോ ലാമയാണോ എന്ന് പറഞ്ഞൂടെ, അവിടെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ നോക്കുമ്പോൾ ലിറ്റിൽ ട്വിൻ സ്റ്റാർസിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. സ്ട്രോ ഒക്കെ ഉള്ള ഗ്ലിറ്ററൊക്കെ വരുന്ന വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കും, നമ്മൾ ഗ്ലിറ്റർ വെള്ളമാണ് കുടിക്കുന്നതെന്ന് തോന്നും, പക്ഷെ അത് അങ്ങനെയല്ല. ഇതിൻ്റെ ഉള്ളിലത്തെ വേറെ ലെയറിനകത്ത് ഗ്ലിറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ തന്നെ സിമൻ റോളിൻ്റെ ഉണ്ട്. അത് തന്നെ ഇത് വേറെ ടൈപ്പ് വാട്ടർ ബോട്ടിൽസാണ്. ഇത് ഈ സെക്ഷൻ മൊത്തം വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഇത് പൊച്ചാക്കോടെ എന്തോ വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഇത് മിനിസോ സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഇവിടെ കാണുമ്പോൾ നമുക്ക് കാണാം ഒരു ക്യൂട്ടായിട്ടുള്ള പാൻഡയൊക്കെ ഉണ്ട്. വി ബെയർ ബേസ് എന്ന് എഴുതിയിട്ടുള്ളതാണ്. പിന്നെ ഇതൊക്കെ ഒരു കപ്പാണ്, പിങ്ക് കളറിലെ കപ്പാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ റൂം മൊത്തം വാട്ടർ ബോട്ടിൽസ് ആണ്. ഇത് കണ്ട ഒരു കപ്പിനകത്ത് ഒരു സ്ട്രോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചായയോ ജ്യൂസോ എന്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലല്ല, മഗ്ഗാണ്. അതേപോലെ തന്നെ ഇതൊരു കുഞ്ഞു വാട്ടർ ബോട്ടിലാണ്. ആദ്യം കണ്ടപ്പോൾ കപ്പാന്ന് വിചാരിച്ചു പോയി, പക്ഷേ ഇത് കുഞ്ഞൊരു വാട്ടർ ബോട്ടിലാണ്. അതേപോലെ തന്നെ കണ്ട് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത, ഇവിടെ ഇതൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടു കാണും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വേറൊരു കുഞ്ഞെന്തോ സാധനത്ത് നിങ്ങളുള്ളത് കണ്ടു കാണത്തില്ല. ഇതാ ലാസ്റ്റ് പീസാണ് ഇവിടുത്തത്. കണ്ടോ, നല്ല ക്യൂട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് പീസായത്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു നല്ല കുഞ്ഞ് ലാവൻഡർ ഷെയ്ഡിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു 300 ml ആണ് വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ കളറ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ തന്നെ ഗ്രേ കളർ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ആനക്കുട്ടനെയൊക്കെ ഉള്ള ഒരു വാട്ടർ ബോട്ടിൽ കാണാൻ പറ്റും. ഇതൊക്കെ ബേബീസിനുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം, സിൽവർ റോളിൻ്റെ ഒരു കപ്പുള്ള ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ. ഇതിങ്ങനെ ആക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രോ വരും. അല്ലാത്തപ്പോൾ നമുക്ക് സിൽവർ റോളിൻ്റെ എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ മൈ മെലഡിയുടെ സാധനമുണ്ട്. ഇവിടെ തന്നെ വേറെ വേറെ ടൈപ്പ് ഈ വാട്ടർ ബോട്ടിൽസിലാണുള്ളത്. ഇവിടെ സിമൻ റോളിൻ്റെ ഉണ്ട്, പെച്ചാക്കോടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. സാൻഡ്രിയോടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സിമൻ റോളിനും കുറുമിയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കുറേന്ന് വെച്ചാൽ കുറേ ടൈപ്പ് വെറൈറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു പാൻഡ ഒരു ഗ്ലിറ്ററിനകത്ത് ഒഴുകി കിടക്കുന്ന പോലെ ഉണ്ട്. അത് സർഫിംഗ് ബോർഡായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ കാണാം. പിന്നെ നോക്കുമ്പോൾ നമുക്ക് ഇതെന്തോ സാധനമെന്ന് തോന്നും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു വാട്ടർ ബോട്ടിലാണ്. ഞാൻ പറഞ്ഞ് ഇത് മൊത്തം വാട്ടർ ബോട്ടിലാണെന്ന്. ഗൈസ് നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഇത്രയും തൊട്ട് ഇത്രയും വരെയുള്ള റോ മൊത്തം പ്ലഷീസാണ്.
പിന്നെ ഇവിടെ കാണാൻ നമുക്ക് ഡിസ്നിയുടെ സ്നിച്ചിനെ കാണാൻ പറ്റി. എന്ത് ക്യൂട്ടല്ലേ ഇവൻ്റെ ചെവിയൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട്. അത് നല്ല ക്യൂട്ടാണ് കാണാൻ. പിന്നെ ഭയങ്കര സോഫ്റ്റാണ്. ഇതെന്തോ മീമാ ബെയർ, ഞാൻ കണ്ടിട്ടില്ല തന്നെ. ഇത് മീമാ ബെയർ ആണെന്ന് തോന്നുന്നു. ഇത് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. പിന്നെ ഇവിടെ തന്നെ അത് മീമാ ബെയറിൻ്റെ തന്നെ തലയൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു പീച്ച് ഫ്രൂട്ടോ എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എന്തോ കാറി വെക്കുന്ന ഒരു പില്ലോയാണല്ലോ. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ തന്നെ പല പല ടൈപ്പാണ് ഈ റോയിൽ മൊത്തം ഉള്ളത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും സോഫ്റ്റ് ആയിട്ടുള്ള ഹാർട്ടാണ് ഇവിടെ കാണുന്നത്. നമ്മൾ കാറിലൊക്കെ വെക്കുന്നത് തന്നെ കണ്ടിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ കണ്ടേ ഇതെന്താ സാധനം? ഇതെന്തോ സൂര്യനാണെന്ന് തോന്നുന്നു. സൂര്യനോ സൂര്യകാന്തിയോ എന്തോ ഡേസി എന്തോ ആണെന്ന് തോന്നുന്നു. നല്ല ക്യൂട്ടാണല്ല. പേരൊന്നും അറിയത്തില്ലെങ്കിൽ ഭയങ്കര ക്യൂട്ടാണ് കാണുമ്പോൾ. ഇതെന്തോ ഇത് പൊച്ചാക്കോ കാണ്ട വേറെ ഏതോ സൂട്ടിലൊക്കെ ഇട്ടേക്കുന്നതാണ് കാണുന്നത്. ഇത് തന്നെ വേറെ ഏതൊക്കെയോ ആനിമൽസാണ് ഇതൊക്കെ കാണുന്നത്. ഇതിനൊക്കെ സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തോന്നുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തതിൻ്റെ പേരൊക്കെ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് മൊത്തം എന്തോ വൈപ്സും ടിഷ്യൂ പേപ്പേഴ്സും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അവിടെ നമുക്ക് എന്തോ ക്യൂട്ടായിട്ടുള്ള ആനിമൽസിൻ്റെ ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നമ്മളെ വേറെ ഏതൊക്കെയോ ഒരു ബ്രാൻഡിൻ്റെ സ്കിൻ ക്ലിയറിറ്റിയുടെ വൈപ്സ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ കണ്ട് ഇത് ബേബി ബേഴ്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ തന്നെ ടിഷ്യൂസാണ്, പാക്കറ്റ് ടിഷ്യൂസ് ഇല്ലേ, പോക്കറ്റ് ടിഷ്യൂസ് അത് തന്നെ. പിന്നെ കണ്ട് സാൻഡ്രിയോ ക്യാരക്ടേഴ്സിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പുറത്ത് തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ഇതൊക്കെ ഉണ്ട്. മൈ മെലഡി ഉണ്ട്, കുറുമി ഉണ്ട്, സിമൻ റോൾ ഉണ്ട്. ഒരു പാക്കറ്റിനാണ് വരുന്നത്. അതുപോലെ തന്നെ അതിന് തന്നെ കുറേ എഴുപ്പമുണ്ട് അതിൻ്റെ തന്നെ. പിന്നെ വേറെ വൈപ്സ് ഉണ്ട്, ലാവെൻഡർ, ബ്ലൂ ബെൽ എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ ബാർബിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബാർബിയുടെ ടിഷ്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഈ സെക്ഷൻ മൊത്തം ഇതാണ്. മേളിൽ മൊത്തം ക്യാപ്പും പിന്നെ സൺഗ്ലാസസ് ആണ് വരുന്നത്. നല്ല രസമുള്ള സൺഗ്ലാസസ് ആണ് വരുന്നത്. പിന്നെയും ക്യാപ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു മിറർ കാണാം. ഈ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നമുക്ക് മിററിലൂടെയൊക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും. എൻ്റെ പൊന്നോ, അയ്യോ അവിടെ ക്യൂട്ടായിട്ടുള്ളൊരു പണ്ണി. എൻ്റെ പൊന്നെ, എൻ്റെ ഫറൊക്കെ കാണണം. എൻ്റെ കണ്ണൊന്നും കാണാൻ പറ്റുന്ന നല്ല രസമുണ്ട്. ഭയങ്കര ക്യൂട്ടാണത്. നമുക്കിത് നോക്കാം. അതേപോലെ തന്നെ ഒരു ലാമയും. ഞാനാദ്യം വിചാരിച്ച് രണ്ടും പണ്ണിയാണെന്ന്. പിന്നെ കാണേണ്ട ഒരു ക്യൂട്ടായിട്ടുള്ള മഷ്റൂം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ പൊന്നു നല്ല രസമുണ്ട്. ഇതിൻ്റെ കളർ തന്നെയാണ് എൻ്റെ പ്രത്യേകത. അത് തന്നെ ലാവെൻഡർ ഷെയ്ഡുള്ള മഷ്റൂം ഉണ്ട്, റെഡ് കളറിലെ മഷ്റൂം ഉണ്ട്. അതിങ്ങനെ വെക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്കിവിടെ കാണാം ഒരു ഫോക്സ് ആണോ എന്താണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. സാൻഡ്വിച്ച് പോലെ ഉണ്ട് കാണാൻ, സുഷി പോലെ ഉണ്ട് കാണാൻ ഇല്ലേ. പിന്നെ കണ്ടേ ഇതിൻ്റെ കണ്ണൊക്കെ മറിഞ്ഞിരിക്കുക കണ്ടോ. ഒരു ബ്രൗൺ കളറിലെ കണ്ണാണ് ഇതിൻ്റെ. ഇത് തന്നെ ഇത്രയുണ്ട്. പിന്നെ വേറൊരു ടൈപ്പ് ബണ്ണിയുണ്ട്. പിന്നെ സിമൻ റോളിനെ പോലെ ഇരിക്കുന്നൊരു ബണ്ണിയുണ്ട്. പിന്നെ കണ്ടേ കണ്ണ് ഫറായിട്ടുള്ളൊരു പാൻഡയുണ്ട് ഇവിടെ. പിന്നെ കണ്ടേ ലാവൻഡർ കളറിലെ ബണ്ണിയുണ്ട്. പിന്നെ ഒരു ടൈഗറാണ് ഇവിടെ കാണുന്നത്. പിന്നെ കണ്ട് ഇവിടെ കാണാൻ പറ്റിയ ഒരു പാൻഡ ഉടുപ്പൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു പാൻഡ് ആണ്. അതേപോലെ തന്നെ ഒരു ബെയറുണ്ട്, പോളാർ ബെയർ ഒക്കെ ഉണ്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്കിവിടെ കാണാൻ ഈ സെക്ഷൻ മൊത്തം പെൻഗ്വിൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിസ്സ കഴിക്കുന്ന പെൻഗ്വിൻ. അതിൻ്റെ മുടിയിൽ അതിൻ്റെ തലയിലായിട്ട് കുറേ റെഡ് ആയിട്ടുള്ള സ്ട്രൈപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോണറ്റ് കഴിക്കുന്ന പെൻഗ്വിൻ, പിന്നെ കപ്പ് കേക്ക് കഴിക്കുന്ന പെൻഗ്വിൻ, പിന്നെ നമ്മുടെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു പെൻഗ്വിൻ ഇങ്ങനത്തെ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി. പിന്നെ അതിന് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ പെൻഗ്വിൻ ആണെന്ന് തോന്നുന്നു. കണ്ടേ കോട്ടും ഷൂട്ടും ഒക്കെ ഇട്ടിട്ട് ആഷൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഈ റോ മൊത്തം നമ്മൾ കാണുന്നത് എൻ്റെ മടിയിലൊരു ടൈഗർ കുഞ്ഞിനെയാണ് കാണുന്നത്. അയ്യേ അവിടെ പറ്റിച്ച് കണ്ടേ. ഇതൊരു പ്ലഷി ടൈഗറാണ്. എനിക്ക് തോന്നുന്നു ആശം നല്ല ഫുഡൊക്കെ കഴിക്കും. നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ വയറ്. എൻ്റെ കുഞ്ഞി വാലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതാണ്ട് ഇതെന്തോ സാധനമെന്ന് പറഞ്ഞാൽ ചെവിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതെന്തോ അപ്പോൾ കാലാടിക്കോ. പിന്നെ ഇത് കൈ, ഇത് കാലാണ്. നല്ല രസമുണ്ട്. ഇതിൽ ഓറഞ്ച് കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്ട്രൈപ്സ് ഇവിടെ മാത്രമേ സ്ട്രൈപ്സ് ഉള്ളൂ. പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു പെൻഗ്വിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്ത് നോക്കുമ്പോൾ ഇതെന്തോ കണ്ണൊക്കെ തള്ളിയിരിക്കുന്ന ഒരു ജീവി. എന്തോ ഒരു ജീവിയാണെന്ന് തോന്നുന്നു.
പിന്നെ അടുത്ത് തന്നെ ഹുഡിയൊക്കെ ഇട്ടിട്ടുള്ളൊരു പെൻഗ്വിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം അതിൻ്റെ തന്നെ പല പല ടൈപ്സ് ഉണ്ട്. അതിൻ്റെ കണ്ണടിച്ചിരിക്കുന്നുണ്ടോ, ഈ പിങ്ക് കളർ പെൻഗ്വിൻ്റെ മാത്രം കണ്ണ് ഇങ്ങനെ വി പോലെയാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ ഏതാണ്ട് കപ്പ് കേക്ക് കഴിക്കുന്നതാണെന്ന് തോന്നുന്നു, കണ്ണുമൂക്കമുള്ള കപ്പ് കേക്ക് ആണെന്ന് തോന്നുന്നു കഴിക്കുന്നത്. കണ്ടിട്ട് സിനിമൻ റോളിനെ പോലുണ്ട്. ഈ നിങ്ങളുടെ കൈ ഇങ്ങനെ ചെവി പോലെ ഇരിക്കുന്നുണ്ട് കാണാൻ. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ടേബിൾ എടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊക്കെ ടേബിൾ എടുക്കാൻ എത്രയും സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഇത് കുഞ്ഞ് പ്ലാസ്റ്റിക് അല്ല, മെറ്റൽ പോലെ എന്തൊക്കെ ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ടേബിളാണ് കാണുന്നത്. നമുക്ക് സാധനങ്ങളൊക്കെ ഡെസ്കിലൊക്കെ വെക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ സാധനങ്ങൾ ഒക്കെ വെക്കാൻ വേണ്ടി എന്തൊരു ക്യൂട്ടായിരിക്കും എന്നറിയോ. ഇതന്നെ മൈമെലഡിയുടെ ഒരു കോസ്റ്റ്യൂം കാണാം. പൊട്ടാക്കോ ആണെന്ന് തോന്നുന്നു, പക്ഷേ പൊച്ചാക്കോ അല്ല, അതൊരു കാങ്കറു ആണ്. അത് തന്നെ മൈമെലഡി ലാമയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടേബിളിൽ നമുക്ക് ടേബിളിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്കിത് നല്ല പോലെ വെക്കാൻ പറ്റും. കാരണം കണ്ടോ, സൗണ്ട് കേട്ടാൽ മനസ്സിലാവും അത്രയ്ക്ക് ക്വാളിറ്റിയാണ് ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളുടെ ഒരു കാര്യമുണ്ട്. ഭയങ്കര ക്വാളിറ്റിയാണ്. എത്ര അടിച്ചാലും നമുക്ക് ഇപ്പോൾ പൊട്ടത്തില്ല. അതേപോലെയാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് വരുന്നത്. മറ്റു സാധനങ്ങളിൽ ഡിഫറെൻ്റ് ആക്കുന്നതാണ് ഇത് മിനീസോടെ ക്യൂട്ട്നെസ്. അത് നമുക്ക് ഓരോ കുഞ്ഞു സാധനമായപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന എല്ലാ ബാഗ്സും നിങ്ങൾക്ക് ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വെച്ചാൽ നല്ല ഓർഗനൈസേഷൻ കിട്ടുന്നതാണ്. ഇത് നല്ല ബോക്സൊക്കെയാണ്, നല്ല സ്പേസൊക്കെ ഉണ്ട്. അതിൻ്റെ സൈസ് എത്ര വെച്ചാൽ നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു കുഞ്ഞ് ബോക്സാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിങ്ങനെ വെച്ചാൽ ഇത് മടങ്ങത്തില്ല, പക്ഷേ ഈ സാധനം എടുത്ത് മാറ്റിയാൽ ഇത് മടങ്ങും. നല്ല രസമാണ് ഈ സാധനം കാണാൻ. അത് തന്നെ വേറെ കുറുമിയുടെ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മിക്കി മൗസിൻ്റെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്കിവിടെ കാണുമ്പോൾ ഡസ്റ്റ്ബിന്നാണ്. ഇത് കാണുമ്പോൾ ഡസ്റ്റ്ബിന്ന് കൈ എടുത്തേക്കുന്ന പോലെ തോന്നും. ഡസ്റ്റ്ബിൻ നോക്കുമ്പോൾ അയ്യേ ഡസ്റ്റ്ബിനോ, പക്ഷേ ഈ ഡസ്റ്റ്ബിൻ കൈ എടുക്കാൻ നിങ്ങൾക്ക് എന്തോരം ക്യൂട്ട്നെസ് ആണെന്നറിയോ. ഇത് ഹലോ കിറ്റിയുടെ എന്തൊരു ക്യൂട്ട്നെസ് ആയിട്ടുള്ളൊരു ഡസ്റ്റ്ബിന്നാണ് ഞാനത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഡെസ്കിലുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ കുറേ ഉണ്ട്. അതിൻ്റെ തന്നെ ഹലോ കിറ്റിയുടെ ഞാനിപ്പോൾ കൈ എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ സിനിമൻ റോളിൻ്റെ ഉണ്ട്, കുറുമിയുടെ ഉണ്ട്. അതൊക്കെ സൂപ്പറാണ്. അതിന് തന്നെ മേളിലായിട്ട് മൈമെലഡിയുടെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറിലെ ചെടിച്ചട്ടിയാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ തന്നെ കുറേ കളേഴ്സിൻ്റെ തന്നെ ഉണ്ട്. കുറേയൊന്നുമില്ല, ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, സ്കൈ ബ്ലൂ ഉണ്ട്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വേറെ കുറേ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ബോക്സസ് ആണ് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ കുഞ്ഞു ഡപ്പാസാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കമ്മൽ, മാല കാര്യങ്ങളൊക്കെ ഇട്ടത് മിസ്സാവത്തില്ല. കാരണം അതേപോലത്തെ കുഞ്ഞു ടൈപ്പാണല്ലേ ബോക്സ്. അപ്പോൾ അതൊക്കെ നല്ല രസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇതൊക്കെ നിങ്ങളുടെ ഡെസ്കിലൊക്കെ ഇരിക്കുന്ന എന്തൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അവിടെ ആകത്തില്ല. പിന്നെ ആ ടേബിളൊക്കെ തുടയ്ക്കുന്ന മെനക്കേടല്ലേ. പിന്നെ ഈ സാധനമാണെങ്കിൽ ഈ സാധനം മാത്രം തുടച്ചാൽ മതി. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ കാണുന്നത്. പറഞ്ഞു എനിക്ക് ഇതായിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ എന്തൊരു ക്യൂട്ടല്ലേ ഒരു കപ്പിന്, ക്യൂട്ടായിട്ടുള്ള പിങ്ക് കളർ കപ്പിനകത്തൊക്കെ വേണം വെള്ളം തന്നത്. നല്ല രസമുണ്ട് ഈ കപ്പ് കാണാൻ. ഗൈസ് നിങ്ങളിവിടെ കാണുന്നത് ഞാനൊരു മെഡിസിനൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. മെഡിസിൻ ഇടാം, ഓർണമെൻറ്റ്സ് ഇടാം, കമ്മലിടാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഒതുങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഇടാം. പിന്നെ അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇത് അടച്ച് ലോക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ വേണ്ടേ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാനും പറ്റും. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കാണുന്നത്. ഇതെന്താ സാധനം നമുക്ക് നോക്കാം. വേണ്ടേ ഇതും ഒരു പെട്ടിയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെട്ടിയാണ് കാണുന്നത്. ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതേപോലെ വെക്കാം. അത് തന്നെ നമുക്കിവിടെ വേറെ എന്തോ ടൈപ്പ് ഇതൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളൊരു ബോക്സാണ് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറേ ഇവിടെ കാണുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ഈ സാധനങ്ങളുണ്ടോ. നിങ്ങൾക്കിപ്പോൾ അരിയും കാര്യങ്ങളൊക്കെ ഊറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പോയാൽ മതി. ഇവിടെ നിന്ന് ഒഴിച്ചാൽ ഇതിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ പോകും. അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അമ്മമാർക്ക് വലിയ കഷ്ടപ്പാടൊന്നും വേണ്ട. പിന്നെ വാവ്, ഇത്രയും ഭംഗിയായിട്ടുള്ള ഫ്ലോർ മാറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നുവെച്ചാൽ
ഇതിൻ്റെ ഫെറും ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇത് വേറൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്കിത് വാങ്ങിച്ച് എല്ലായിടത്തും ഇടണമെന്ന് തോന്നുന്നുണ്ട്, അത്രയ്ക്കും സോഫ്റ്റാണ്. അതിൻ്റെ ഉണ്ട് പാൻറ് ഉണ്ട്, പോളാർ വിയർ ഉണ്ട്, സിമെൻറ്റ് റോളുണ്ട്, കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും കൂട്ടാന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കാര്യം നമുക്ക് ഈ സെക്ഷൻ കാണുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കുറേ സോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമെൻറ്റ് റോളിൻ്റെ ഉണ്ട്, മൈ മെലഡിയുടെ ഉണ്ട്, പച്ചക്കോടെ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ലിപ്പേഴ്സും കിട്ടും. ഇവിടെ ഈ സ്ലിപ്പേഴ്സ് ഇടാൻ പറ്റും. പിന്നെ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ലിപ്പറാണ് ഇവിടെ കാണുന്നത്. അത് തന്നെ നമുക്ക് ട്രൈ ചെയ്തിട്ട് ഇവിടെ നോക്കാനുള്ള മിററുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ലഞ്ച് ബോക്സ് ആണ്. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട് ഈ ലഞ്ച് ബോക്സിന്. നല്ല രസമുള്ള ഒരു ഗ്ലാസ് ആട്ടോ, അത് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ലഞ്ച് ബോക്സ് ആണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇതേപോലെ തന്നെ കുറേ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ബോക്സ് ഉണ്ട്. പിന്നെ ഈ സാധനം എന്താണെന്ന് മനസ്സിലായത്, നിങ്ങൾ കറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ കറിയൊക്കെ ഇട്ട് വെക്കാനുള്ള പ്ലാസ്റ്റിക് ബാഗാണ്. ഇത് സീൽ ചെയ്യാൻ പറ്റുന്ന ബാഗാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പോപ്സിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മോൾഡാണ്, ഐസ്ക്രീമിൻ്റെ മോൾഡാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിന് തന്നെ ഓറഞ്ച് ഉണ്ട്, കിവി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ സ്നാക്സ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ സ്നാക്സ് ബോക്സ് ദാണ്ടിരിക്കുന്നു. സ്കൂളിലൊക്കെ പുതിയതായിട്ടൊക്കെ കൊണ്ടുപോയി ഷൈൻ ചെയ്യാനുള്ള സ്നാക്സ് ബോക്സ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അത്രയ്ക്കും ക്യൂട്ടാണ് കാണുന്നത്. പിന്നെ തന്നെ ഏതാണ്ട് ഒരു ബോക്സ് കാണാൻ പറ്റും. പിന്നെ എന്നെ ഇവിടെ നോക്കുമ്പോൾ ഇതൊക്കെ വെച്ച് തുടയ്ക്കാൻ ആർക്കെങ്കിലും തോന്നും, അതേപോലത്തെ സാധനമാണ് കാണുന്നത്. ഇതൊരു കർച്ചീഫാണെന്ന് തോന്നുന്നു. എന്തൊരു സോഫ്റ്റാന്നൊരു ഇത് കാണാൻ. ഇതിന് തന്നെ പല പല ടൈപ്പ് ഉണ്ട്. ഇതൊരു ബോയ് ഉള്ളതുണ്ട്, ഇതൊരു പെൻഗ്വിനൊക്കെ ഉള്ളത്, നല്ല രസമാണ് കാണാൻ. പിന്നെ ഇതെന്തോ സാധനം, വാഷിംഗ് ക്ലോത്താണിത്. നല്ല ഭംഗിയില്ലേ, വാഷിംഗ് ക്ലോത്താണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേണ്ടേ വേറെ കുറേ ടൈപ്പ് ഉണ്ട്. പിന്നെ വേണ്ടേ കുഞ്ഞു കുഞ്ഞു വിരൽ ഇങ്ങനെ ഇട്ടേക്കുന്ന പോലെ നല്ല രസമാണ്. ഇത് കാറൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കാണുന്നത്. അതിന് തന്നെ ബ്ലാക്ക് കളറും ഉണ്ട്, പിങ്ക് കളറും ഉണ്ട്, 2 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കാണാം ഇവിടെ കുറേ കാണാൻ പറ്റും. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. എന്തൊരു ക്യൂട്ടാണെന്നറിയ ഈ കപ്പൊക്കെ കാണാൻ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു ഹലോ കിറ്റിയുടെ ഒരു കപ്പാണ്, റെഡ് കളറാണ്. റെഡ് എന്ന് വെച്ചാൽ ക്രിസ്മസിനൊക്കെ പറ്റിയ കപ്പാണ് കാണുന്നത്. ഹലോ കിറ്റിയാണ് നിങ്ങൾക്കറിയാമല്ലോ, വൈറ്റും റെഡും ആണ് അവരുടെ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞാൽ. അത് തന്നെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് എന്തോ സാധനം വെച്ചാൽ ഇത് ഗ്ലാസ് ആണെന്ന് തോന്നുന്നു, ഗ്ലാസ് ആണ്. പിന്നെ ഇത് തന്നെ കുറേ കപ്സൊക്കെ ഇവിടെ ഉണ്ട്. എന്തൊരു നല്ല ഡിസൈനാണെന്നറിയാം. ഇത് തന്നെ കപ്സ് ബോക്സിലൊക്കെ ആക്കിയിട്ടുള്ള കപ്സും ഇവിടെ കാണാൻ പറ്റും. മൈ മെലഡിയും ലിറ്റിൽ ട്വിൻ സ്റ്റാർസിൻ്റെ ഒക്കെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു കാര്യം ഞാൻ കണ്ടായിരുന്നു. ഫിൽട്ടർ ചെയ്യുന്ന പാൻറ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. എന്താണ്ട് ഫിൽട്ടർ ചെയ്യുന്ന ഒരു പാൻറ്, ഇതിൻ്റെ ദേഹത്ത് മൊത്തം ഹോൾ കുത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ കാണാം, ഇവൻ എത്തി നോക്കുന്ന കാണാൻ പറ്റും. പകുതി ബോഡി ഇതിൻ്റെ ഉള്ളിലാണ്. ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കുടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. പറഞ്ഞു വന്നത് ഇവിടെ ആയിരുന്നു, അതുപോലെ നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടങ്ങ് പോയതാണ്. അതുകൊണ്ട് നമുക്കൊരു ലഞ്ച് ബോക്സ് ആണ് ഇവിടെ കാണുന്നത്. ലഞ്ച് ബോക്സ് അല്ല, ലഞ്ച് ബാഗാണ് കാണുന്നത്. ക്യൂട്ടായിട്ടുള്ള മിനിസിൽ നിന്ന് തന്നെ വാങ്ങിച്ച് ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പറ്റിയ ക്യൂട്ടായിട്ടുള്ള ലഞ്ച് ബാഗാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിനാണ് മിനിയൻസിൻ്റെ ഉണ്ട്, ഒരു ലാവൻഡർ കളറിൻ്റെ ബേബി ബേസിൻ്റെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ പറ്റും. നല്ല രസമാണ് ഇത് കാണാൻ പറ്റുന്നത്. ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ല സത്യത്തിൽ? ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ബോക്സ് ആണെന്ന് തോന്നുന്നു. കാണാം ബിനിയൻസിൻ്റെ സ്നാക്സ് ബോക്സ് ഇവിടെ കാണാൻ പറ്റും. ലഞ്ച് ബോക്സ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ കുറേ ലഞ്ച് ബോക്സ് ഇവിടെ കാണാൻ പറ്റും. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള സെക്ഷനാണ് ഈ റോ മൊത്തം. അതേപോലെ തന്നെ ക്യൂട്ടായിട്ട് സാൻഡ്രിയ കാറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ഇവിടെ കാണാൻ പറ്റും. അതിന് തന്നെ പൂച്ചയൊക്കെ ലഞ്ച് ബോക്സ് ഇവിടെ കാണാൻ, മിനിയൻസിന് കാണാൻ പറ്റും. ഇവിടെ കുറേ ലഞ്ച് ബോക്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ ഇതൊരു ബാഗാണ് ഗായ്സ്, നല്ല രസമില്ലേ ബാഗ് കാണാൻ? ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ നല്ല രസമില്ലേ കാണാൻ? ഇത് നമുക്കിവിടെ നോക്കാം. അതേപോലെ തന്നെ പല പല മോഡലായിട്ടുള്ള ബാഗ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാം അടുത്തൊരു ബാഗ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പാത്രങ്ങളും കറിയൊക്കെ ഇട്ടാലും നമുക്ക് തുടച്ചെടുക്കാവുന്നേ ഉള്ളൂ. അത് അതേപോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം. നല്ല ക്യൂട്ടായിട്ടുള്ളത് മൈ മെലഡിയുടെ ആണ്. ഇത് ഞാൻ എടുത്തത് ഇവിടെ നിന്നാണ്, ഈ സെക്ഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ബാഗ്സ് ആണ്, മൊത്തം ബാഗ്സ്. നല്ല രസമില്ല ഈ ബാഗ് ആണ്. നമുക്കിത് മടക്കി ഇങ്ങനെ മടക്കാം,
അതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ നമുക്ക് ഇത് അടച്ച് ഇങ്ങനെയും വെക്കാൻ പറ്റും. ഇത് സ്റ്റോറേജ് സ്പേസ്, നമുക്ക് നമ്മുടെ വീട്ടിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ടാക്കും. അതേപോലെയാണ് നമുക്ക് അതേപോലെ തന്നെ കുറുമിയുടെ കാണാൻ പറ്റുന്നുണ്ട്. അവൾ കണ്ട് ഇങ്ങനെ ഒരു കണ്ണടച്ച് ഒരു കണ്ണ് തുറന്നിരിക്കുന്ന പോലെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ കഴിച്ച് നമ്മളിവിടെ കാണുന്ന ഒരു കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല, ആൾക്കാർക്കൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പൂണും ഫോർക്കും ഒക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കിറ്റാണ് ഇത് കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ സിനമൺ റോളിൻ്റെ സാൻഡിയോ ക്യാരക്ടേഴ്സിന് പിന്നെ ഒരു സ്ട്രോബെറിന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഇത് കാണാൻ പറ്റും. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നൈഫ് കിട്ടും, പിന്നെ ഒരു സ്പൂണ് കിട്ടും, ഒരു ഫോർക്കും കിട്ടുന്നതാണ്. ഈ സെക്ഷൻ മൊത്തം അതിന് വേണ്ടിയിട്ട് മാത്രമൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഇവിടെ കാണാം. വെറും ടൂത്ത് ബ്രഷ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ജാറും കിട്ടും. അത് നല്ല ടൂത്ത് ബ്രഷൊക്കെ നമുക്ക് ഉള്ളിൽ നല്ല സേഫായിട്ട് കോക്രോച്ചസും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ബോക്സൊക്കെ ടൂത്ത് ബ്രഷിനുള്ള ബോക്സൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. അതിൻ്റെ തന്നെ കുറേ ഇവിടെ ഉണ്ട്. പിന്നെ സോപ്പൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സോപ്പ് പെട്ടിയാണ്. അത് ക്യൂട്ടായിട്ടുള്ള ഒരു വെയിലിൻ്റെ സോപ്പ് പെട്ടാണ് ഇത് കാണുന്നത്. നമുക്കിതൊക്കെ തുറന്നെടുക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഒരു സാധനമുണ്ട്, അതൊന്ന് ഉള്ളിലൊന്നും കാണിക്കാൻ പറ്റത്തില്ല നിങ്ങളെ. പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു സോപ്പ് പെട്ടി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു മിൻറ്റ് ഗ്രീൻ അല്ല, ഇതൊരു ഗ്രീൻ കളറിലെ ഒരു സോപ്പ് പെട്ടിയാണ്. അതേപോലെ തന്നെ പിങ്ക് ഉണ്ട്, പല പല കളറുണ്ട്. പിന്നെ നിങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ സാധനം. നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി നിങ്ങൾ ഈ സാധനം ഉപയോഗിക്കത്തില്ലേ, അത് ഇച്ചിരി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് മിനി സോ ഈ കാര്യം ഉണ്ടാക്കിയത്. നമുക്കിത് കുളിക്കുമ്പോൾ ഈ സാധനമൊക്കെ വെച്ചിട്ട് സോപ്പൊക്കെ വെച്ചിട്ട് കുളിക്കാവുന്ന ഇതാണ്ട്. ഇനി മുട്ട പൊട്ടി വരുന്ന ഒരു ചിക്കൻ പോലെ ഉണ്ട് കാണാൻ, അത്രയ്ക്ക് ക്യൂട്ടാണ്. അതിന് തന്നെ പിങ്ക് കളറും ഉണ്ട്. നിങ്ങളിവിടെ കാണാൻ പറ്റും ഒരു മഗ്ഗാണെന്ന് തോന്നുന്നു, മഗ്ഗല്ല, ടൂത്ത് ബ്രഷൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ടൂത്ത് ബ്രഷ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വേറൊരു സെപ്പറേറ്റ് ആക്കി ഇടാം. സത്യം പറയുവാണല്ലോ, ആദ്യം നോക്കുകയാണെങ്കിൽ ഒരു മഗ് പോലെ തോന്നത്തുള്ളൂ. അതാണ് പിന്നെയാണ് ഇച്ചിരി കൂടി വിശദമായിട്ട് നോക്കിയപ്പോൾ ഈ ഹോള് കണ്ടപ്പോഴും മനസ്സിലായത് അത് അങ്ങനത്തെ ഒരു സാധനമാണ്. അതിൻ്റെ ഓറഞ്ച് കളർ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ഒരു പൈനാപ്പിളിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന പോലത്തെ ഒരു കപ്പാണ് കാണുന്നത്. ആ ഡിസൈനുള്ളത് കപ്പാണ് കാണുന്നത്. അതേപോലെ തന്നെ പല പല ഡിസൈനുള്ള കപ്പാണ് കാണുന്നത്. പിന്നെ കുറുമിയുടെ ഒരു ഗ്ലാസ് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ പോലെ ഇത് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം, അത്രയ്ക്ക് ഭംഗിയാണ് ഈ സാധനം കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്ലാസ് പോലെ തോന്നുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കണ്ട ഒറ്റ വട്ടത്തിൽ കണ്ട ഗ്ലാസ് പോലെ തോന്നുന്നുള്ളൂ. അതിൻ്റെ തന്നെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു കപ്പ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ കാണാം അതപ്പം പോകിയിട്ടുണ്ട് സാധനമുണ്ട്. പിന്നെ ഫുഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡും പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി മാറ്റുണ്ട്. ഇതൊരു കിറ്റ് തന്നെ ഉണ്ട്, കണ്ടോ? അത് തന്നെ പല പല കളറൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഐസ്ക്രീം അല്ല, ഐസ് ക്യൂബ്സ് ഒക്കെ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സാധനമാണ് തോന്നുന്നു. അതിന് തന്നെ കുറേ ഇരിപ്പുണ്ട്. ഗുഡ് നൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണെന്ന് തോന്നുന്നത്, ഏകദേശം എനിക്കത് കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ടുള്ളൊരു ബോക്സാണ് ഈ കാണുന്നത്. മെലഡിയിട്ട് എനിക്ക് സത്യത്തിൽ പിടിക്കാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു ആദ്യം. എന്നാണ്ട് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ പ്രത്യേക പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഉരുട്ടി വിടാൻ പറ്റുന്നുണ്ട്. ഇത് അങ്ങനെയാണിത് കാണുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ കാണുന്നത് ബാത്തിങ് സെക്ഷനാണ്. ഇതൊക്കെ തേച്ചടിച്ച് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. കുളിക്കാൻ മടിയുള്ള കൂട്ടുകാർക്കൊക്കെ ഈ സാധനം കണ്ടാൽ എന്തായാലും കുളിക്കാൻ വേണ്ടി തോന്നും. അതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ബാത്തിങ് സ്പോഞ്ച് ആരാ ഇരിക്കുന്നത് നോക്കും, നമ്മുടെ സിമെൻറ്റ് റോൾ അതിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട ആർക്കെങ്കിലും കുളിക്കാതിരിക്കാൻ വേണ്ടി തോന്നും. അതേപോലെ തന്നെ വേറെ ഹെഡ് ബാൻഡ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്തോ ക്ലിപ്പൊക്കെയാണ്. പിന്നെ ഇതാണ്ട് ഈ സാധനം ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ടൂത്ത് പേസ്റ്റ് ഒക്കെ ഞെക്കി തീരാറായുമ്പോൾ ഈ സാധനത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി, പേസ്റ്റ് തരും. അതാണ് എന്താ കാര്യം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. 3 പാക്കാണ് എന്തുള്ളത്. അതേപോലത്തെ തന്നെയാണ് ഇതും. പിന്നെ ഇതൊക്കെ എന്തോ പൗച്ചാണ് ഇത് കാണുന്നത്. ഹലോ കിറ്റിയുടെ പൗച്ചാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ആനിമൽസിൻ്റെ ഉണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ടൂത്ത് ബ്രഷിൻ്റെ സെക്ഷനാണ് കാണുന്നത്. കണ്ടോ, ക്യൂട്ടായിട്ടുള്ള 3 ടൂത്ത് ബ്രഷസ് ആണ് ഈ സെറ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ കണ്ടോ, ഇത് കണ്ടോ,
ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് കാണുന്നത്. നമുക്ക് ഈ 2 ടൂത്ത് ബ്രഷ് ഉണ്ടോ വിട്ടിരിക്കുന്നത് പൊട്ടിപ്പോയൊന്നുമല്ല, നമുക്കത് വെള്ളോട്ട് തേച്ചിട്ട് ഇങ്ങനെ തേക്കാൻ പറ്റും. പണ്ട് ഇങ്ങനെ തേക്കത്തില്ലേ, അത് പക്ഷേ ടൂത്ത് ബ്രഷിന് ഉള്ളിലോട്ട് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ വേറൊരു ടൂത്ത് ബ്രഷ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എറേസർ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇത് കോഴിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഈ കോഴിയെ പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു എറേസേഴ്സാണ് ഇവിടെ കാണുന്നത്. മൈ മെലഡിയുടെ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ച് വെക്കുന്നത് മാഗ്നറ്റ് അതേപോലെ തോന്നുന്നു. അതേപോലെ തന്നെ ഇതൊക്കെ സ്റ്റേഷനറീസ് ആണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മൊത്തം സ്റ്റേഷനറീസ് ആണ്. ഇത് മൈ മെലഡിയുടെ ഒരു സാധനമാണ്, നിങ്ങൾക്ക് ഗസ് ചെയ്യാം. മൈ മെലഡിയുടെ പേപ്പറൊക്കെ ഉണ്ട്. മൈ മെലഡിയുടെ പേപ്പറുടെ എക്സാം ബോർഡുമാണ്. പക്ഷേ ഈ എക്സാം ബോർഡ് വെച്ച് നിങ്ങൾക്ക് ഒരു പേപ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. അതേപോലെ തന്നെ ഇത് മൊത്തം സ്റ്റേഷനറീസ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. തുന്നാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ സാധനം കണ്ടാൽ ഒന്നും കൂടെ ഇഷ്ടം കൂടും. പിന്നെ തുന്നാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഇച്ചിരി കൂടെ കൂടും. അതേപോലത്തെ സാധനങ്ങൾ സെറ്റാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇയർബഡ്സും ഇവിടെ കിട്ടും. പല ടൈപ്പ് ഇയർബഡ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ക്രീംസ് ആണ് ഇവിടെ കാണുന്നത്. മൊത്തം ഫേഷ്യൽ ക്രീംസും കാര്യങ്ങളൊക്കെയാണ് ഈ സെക്ഷനിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നെയിൽ പോളിഷ് ആണെന്ന് തോന്നുന്നു. അതെ, നെയിൽ പോളിഷിൻ്റെ സെക്ഷനാണ് ഇവിടെ കാണാൻ പറ്റും. പല കളർ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പല കളേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ സെക്ഷൻ തൊട്ട് ഈ സെക്ഷൻ വരെ ഇപ്പോൾ തറച്ചിട്ടേനെ ഈ സെക്ഷൻ വരെ ഓർണമെൻറ്റ്സ് ആണ് കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും ഈ സെക്ഷൻ മൊത്തം ബൺസ് ആണ് കാണുന്നത്. ക്യൂട്ടായിട്ടുള്ള ബൺസ് കിട്ടണമെങ്കിൽ മിനിസിൽ വന്ന് ഈ ബൺസൊക്കെ വാങ്ങുക. പിന്നെ അതേപോലെ തന്നെ ഹെയർ ബാൻഡ്സ് അടിയിലുണ്ട്. പിന്നെ ഏതാണ്ട് ഫ്രോസൻ്റെ ഒരു സെറ്റ് ഉണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് കാണാം ഇവിടെ കുറേ ഹെയർ ക്ലിപ്സ് ഒക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഈ സെക്ഷൻ എന്ന് വെച്ചാൽ കമ്മൽ, നെക്ലെസ് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വയ്ക്കുന്നത്. സ്നോ വൈറ്റിൻ്റെയും ബെല്ലിൻ്റെയും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഇതൊക്കെ കിട്ടും. എനിക്കിവിടെ കാണാൻ പറ്റും നല്ല റെയിൻബോ കളറിലെ ബണ്ണൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നോക്കാമെന്നുണ്ടെങ്കിൽ നെയിൽസിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. അതാണ്ട് സ്റ്റിക്കിങ് നെയിൽസൊക്കെ ഇവിടെ നിങ്ങൾക്ക് വെപ്പുന്നതാണ് ഇവിടെ കിട്ടുന്നത്. നല്ല രസമുള്ള കുറേ കളേഴ്സിലൊക്കെ ഉള്ളതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് സിസേഴ്സാണ്. എന്ത് ക്യൂട്ടാണെന്നറിയോ ഈ സിസേഴ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ബ്ലേഡൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് ട്വീസേഴ്സ് ഉണ്ട്, കത്തിയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതാരെയാണ് ഈ വശം കൊള്ളാലോ. അതാണ്ട് കണ്ണാടിയൊക്കെ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ളൊരു പോളാർ ബിയറാണ്. എൻ്റെ ഇതൊക്കെ കണ്ടു നല്ല സ്ക്വിഷിയാണ് കാണാൻ. അതേപോലെ തന്നെ ഇവിടെ കുറേ സ്ക്വിഷീസാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഈ സെക്ഷൻ മൊത്തം സ്റ്റേഷനറീസ് ആണ്. ഇന്ന് പൊച്ചാക്കോടെ ഒരു പെന്നാണോ പെൻസിലാണോ പറഞ്ഞുകൂടാ. നല്ല രസമുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ആണ്ടേ ഇത് കണ്ടോ മഫിൻ, ഇത് ഹൈലൈറ്ററാണ് ഈ കാണുന്നത്. മഫിനെ പോലെ തോന്നുന്ന ഒരു ഹൈലൈറ്ററാണ് ഇവിടെ കാണുന്നത്. ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓരോ കളറിനും അതേ കളറിലുള്ള ഹൈലൈറ്റേഴ്സാണ് ഞങ്ങൾ കാണുന്നത്. ഇത് തന്നെ ഞെക്കിയാൽ വരുന്ന പേനയാണ് കുറേ കാണുന്നത്. പിന്നെ ഇതെന്തോ എറേസറാണെന്ന് തോന്നുന്നു. ഈ ഒരു കുഞ്ഞ് പെൻഗ്വിൻ ആസ്ട്രോനറ്റിൻ്റെ എറേസറാണെന്ന്. അതിൻ്റെ പോലെ തന്നെ പല കളറിലെ ഉള്ള പേനകളും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അവക്കാരുടെയും പല കളറിലുള്ള പേനകളുണ്ട്. ഈ സെക്ഷനിലോട്ട് പോവാം. നമുക്കിവിടെ കാണാൻ പറ്റും ഇത് സ്റ്റിക്കി നോട്ട്സ് ആണ് ഗൈസ്. ഈ കാണുന്നത് സ്റ്റിക്കി നോട്ട്സ് മാത്രമാണ്. ഇത് മിനിയൻസിൻ്റെ സ്റ്റിക്കി നോട്ട്സാണ്. ഇത് കുറുമിയുടെ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കാം ഈ സെക്ഷനിലോട്ട് പോകുമ്പോൾ തന്നെ കാണാം ഇതേപോലെ കീ ചെയിൻസിൻ്റെ ഒരു ആധാര കളക്ഷൻ തന്നെ ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ കുറുമിയുടെ ഉണ്ട്, എല്ലാ സാൻഡ്രിയ കാരക്ടേഴ്സിൻ്റെയും ഇത് കിട്ടും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ കറക്കാനൊക്കെ പറ്റുന്നതാണ്. ഇത് തന്നെ കാണാൻ നല്ല രസമാണ് ഇവിടെ കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയി നോക്കണ്ട, ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അതാണ് പ്രത്യേകത. പിന്നെ എങ്കിലും ഇവിടെ കാണാൻ പറ്റുന്ന പെർഫ്യൂംസിൻ്റെ കളക്ഷൻസാണ്. ഇത് മൊത്തം പെർഫ്യൂംസും ട്രേസും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. വേണ്ട അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പെർഫ്യൂംസിൻ്റെ ബോട്ടിൽസൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം നമുക്കിവിടെ കാണാം നമ്മൾ എൻട്രി ചെയ്ത് വരുമ്പോൾ തന്നെ കാണുന്ന ഒരു നെക്ക് പില്ലോസാണ്. നെക്ക് പില്ലോസിൻ്റെ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ ഹലോ കിറ്റിയുടെ ഉണ്ട്, മൈ മെലഡിയുടെ ഉണ്ട്. ഇനി സ്ട്രോബെറിയുടെ ഇത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐ മാസ്കും വാങ്ങുന്ന കിട്ടുന്നതാണ്. അതേപോലത്തെ കുറേ ഐ മാസ്ക് ഒക്കെ ഉള്ളത് കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാണാൻ നല്ല സോഫ്റ്റാണ്. എന്ന് വെച്ചാൽ ഇത് തന്നെ വേറെ മെറ്റീരിയലാണ്. ഇതുവരെ ടച്ച് ചെയ്ത
സ്ക്വിഷീസിൻ്റെ സോഫ്റ്റ് ഒന്നുമല്ല. ഇതെൻ്റെ ഉള്ളിൽ മറ്റേ തെർമോക്കോളില്ലേ അതിട്ടേക്കുന്ന പോലെ തോന്നും, പക്ഷേ അത് തെർമോക്കോളൊന്നുമല്ല, വേറെ എന്തൊക്കെയോ സാധനം. അതാണ് ഇതിനെ മോർ കംഫർട്ടബിൾസ് ആക്കുന്നത്. ഇതും പറഞ്ഞ പോലെ എയർ ഫ്രഷ്നേഴ്സും സ്പ്രേസും ഒക്കെ പെർഫ്യൂംസും ഒക്കെയാണ് കാണുന്നത്. ക്യാൻഡിൽസും ഒക്കെ ഇവിടെ കിട്ടും, നല്ല ക്യൂട്ടായിട്ടുള്ള ക്യാൻഡിൽസൊക്കെ കിട്ടും. അപ്പോൾ ഗൈസ് ഈ സെക്ഷൻ മൊത്തം നിങ്ങൾക്ക് ബാഗ്സ് ആണ് കാണുന്നത്. ഇത് കണ്ട ഒരു കറുത്ത ബാഗ് ഉണ്ട്, ഇത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മൈമേലഡിയുടെ ഇതിൻ്റെയൊക്കെ ലഞ്ച് ബോക്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ലഞ്ച് ബോക്സ് അല്ല, സോറി, ലഞ്ച് ബാഗാണ്. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പേഴ്സൊക്കെ കാണാം, ക്യൂട്ടായിട്ടുള്ള പേഴ്സൊക്കെ കാണാൻ പറ്റും. പിന്നെ വേണ്ട ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മിനിസോയാണ്. കാരണം കുഞ്ഞു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് മിനിസോയാണ്. നിങ്ങൾക്ക് മിനിസോ പോലെ തോന്നുന്നു വേറെ ഏതെങ്കിലും ഷോറൂംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള പേഴ്സൺസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, ചക്കോടയും എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നോർമലായിട്ടുള്ള പേഴ്സൺസ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ വേണ്ട എൻ്റെ പൊന്നോ, നിങ്ങൾക്ക് ഇതൊക്കെ ഈ റേസിംഗ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിൽ നിന്ന് നിങ്ങൾ പോകാനേ തോന്നില്ല. അതേപോലെ നല്ല രസമുള്ള കുറേ ലോറീസും കാർസും കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ആശ എന്തോ JCB ആട്ടോ ഓടിക്കുന്നത്, നമുക്ക് എടുക്കാം. അയാൾ തന്നെ ഒരെണ്ണം സ്പോർട്സ് കാർസാണ് ഇവിടെ മൊത്തം ഉള്ളത്. പിന്നെ മാരിയോടൊക്കെ ഉണ്ട്. പിന്നെ കണ്ട കാണാൻ പറ്റും ഇവിടെ കുറേ ട്രക്സൊക്കെ ഉണ്ട്, കുറേ ഇങ്ങനെ ഓടിക്കുന്ന സാധനമാണ്. ഇതിന് ബെൻഡൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്കത് കാണാം. മിനിസോയുടെ ഫ്രീ വീൽ റേസിംഗ്, അതിൻ്റെ 3 കാർസാണ് ഓരോ പാക്കറ്റിനകത്തുള്ളത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ മിനിസോയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ മിനിസോയുടെ ലൊക്കേഷൻ ഒരിക്കലും മറക്കണ്ട. കാരണം ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ മിനിസോ ആണ്. എറണാകുളം ജില്ലയിലെ പനമ്പള്ളി നഗറിനകത്തുള്ള മിനിസോ ആണ് ഞാൻ ഇപ്പോൾ റിവ്യൂ ചെയ്തിരുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ മിനിസോയുടെ വ്ളോഗും ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.